നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. വളരുന്ന തലമുറയ്ക്ക് ഉപകാരപ്രദമാകുന്ന എല്ലാ സൗകര്യങ്ങളും അംഗൻവാടികളിലൂടെ നൽകാൻ കഴിയേണ്ടതുണ്ടെന്ന് പി സുമോദ് MLA. അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ കഴിയുകയുള്ളൂ എന്നും പി സുമോദ്. പന്നിയങ്കര ടോൾ വീണ്ടും പ്രതിഷേധം കനക്കും. മെയ് 1 മുതൽ 4 ചക്ര ഓട്ടോറിക്ഷ ഡ്രൈവർമാരും സ്കൂൾ വാഹനങ്ങളും സമരത്തിന്. ആഘോഷമായി ചിറ്റ്ലഞ്ചേരി ശ്രീ ചെറുനട്ടൂരി ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം. ചിറ്റ്ലഞ്ചേരി വേലമഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. വളരുന്ന തലമുറയ്ക്ക് ഉപകാരപ്രദമാകുന്ന എല്ലാ സൗകര്യങ്ങളും അംഗൻവാടികളിലൂടെ നൽകാൻ കഴിയേണ്ടതുണ്ടെന്ന് പി സുമോദ് MLA. കണ്ണമ്പ്ര ആറമംഗലത്ത് നിർമ്മിച്ച മാതൃകാ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല ഇരുനില കെട്ടിടം, സാധാരണ നിലക്ക് ഒരു വീടിനേക്കാൾ മനോഹരമായ, കുട്ടികൾക്ക് ഏറ്റവും നന്നായി വന്നണയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃകാ അംഗൻവാടിയായി ഈ കെട്ടിടത്തിന് മാറാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും സമീപ ഗ്രാമപഞ്ചായത്തുകളിലുമെല്ലാം ഓരോ വർഷത്തിലും MLAയുടെ ആസ്തി പ്രാദേശിക ഫണ്ടിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 30 ലക്ഷം രൂപയുടെ 40 ലക്ഷം രൂപയുടെ ഒക്കെ അംഗൻവാടി കെട്ടിടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കാരപ്പറ്റയിലോ ഈ പഞ്ചായത്തിലല്ലേ കാരപ്പറ്റയിലോടോ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഷിബുവിൻ്റെ വാർഡിൽ നേരത്തെ, അങ്ങനെ വിവിധ പ്രദേശങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അതുകൊണ്ട് അംഗൻവാടി ടീച്ചർമാർ ഏതെങ്കിലും തരത്തിൽ ഇനി ഏതെങ്കിലും ഒരു വാടക കെട്ടിടമോ അല്ലെങ്കിൽ ഓടിട്ട കെട്ടിടമോ ഇതുപോലുള്ള മാതൃക അംഗൻവാടികളാക്കണമെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. വാർഡ് മെമ്പർമാരുടെ അതല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ നിവേദനമെല്ലാം തന്നാൽ ഒരു പ്രയാസവും കൂടാതെ നമുക്ക് അതിവേഗത്തിൽ ഇത്തരം കെട്ടിടങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും അംഗൻവാടികൾ അത്തരം മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് ആ നിലയിലേക്കുള്ള ആലോചനയിലേക്ക് പോകാം. അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ കഴിയുകയുള്ളൂ എന്നും പി സുമോദ് പറഞ്ഞു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M സുമതി അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR മുരളി, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സുലോചന, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ P സോമസുന്ദരൻ, രജനി സുധാകരൻ, ജയന്തി പ്രകാശൻ, LSGD ഓവർസിയർ BG, ICDS സൂപ്പർവൈസർ സുഭാഷിണി, MK സുരേന്ദ്രൻ, അശ്വതി എന്നിവർ സംസാരിച്ചു. പന്നിയങ്കര ടോൾ വിഷയം വീണ്ടും പ്രതിഷേധം കനക്കും. മെയ് 1 മുതൽ 4 ചക്ര ഓട്ടോറിക്ഷ ഡ്രൈവർമാരും സ്കൂൾ വാഹനങ്ങളും സമരത്തിന്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്കും 4 ചക്ര ഓട്ടോറിക്ഷകൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും സൗജന്യയാത്ര അനുവദിച്ച് 2025 ഏപ്രിൽ 7 K രാധാകൃഷ്ണൻ MPയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗ തീരുമാനം അട്ടിമറിച്ച ടോൾ കമ്പനിക്കെതിരെയാണ് ഉപരോധ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ചേർന്ന യോഗത്തിലാണ് തീരുമാനിച്ചത്. മെയ് 1 ലോക തൊഴിലാളി ദിനത്തിൽ ടോൾ പ്ലാസയിലേക്ക് മാർച്ചും ഉപരോധവും നടത്തുമെന്നും ഇവർ പറഞ്ഞു. യോഗം ജനകീയവേദി ചെയർമാൻ ബോബൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ചെയ്യുന്ന ഒരു MLA ഈ ജില്ലയെ കളക്ടറുടെ തോളോടൊപ്പം നിൽക്കുന്ന അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ഒരു 5 or 6 പഞ്ചായത്തുകൾ ക്രമസമാധാനം പാലിക്കേണ്ട അല്ലെങ്കിൽ അത് നിർദ്ദേശിക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സമീപ നിയോജക മണ്ഡലത്തിലെ MLA ഉൾപ്പെടെ 10-12 ലക്ഷം വോട്ടുകൾ വിനിയോഗിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MPയും 1-1.5 ലക്ഷം വോട്ടുകൾ നേടി അല്ലെങ്കിൽ വിനിയോഗിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLAയും ഒക്കെ ഇരുന്ന ഒരു രീതിയിൽ ഏതോ സർക്കാരിൻ്റെ ഏതോ കരാർ കമ്പനിയുടെ 2 ആളുകൾ വന്ന് ഒരു ഉത്തരവാദിത്ത ബോധമില്ലായ്മയും പറഞ്ഞത് അപ്പാടെ കേട്ട് വിശ്വസിച്ചു പോകാൻ ഈ ജനാധിപത്യ സംവിധാനത്തിലുണ്ടായ ഏറ്റവും വലിയ നെറികെട്ട ഒരു തീരുമാനത്തിനെതിരെയാണ് നമ്മൾ ഒത്തുകൂടിയിട്ടത്.
ജനകീയവേദി ജനറൽ കൺവീനർ ജി ജോറയ്ക്കൽ അധ്യക്ഷനായി. വിവിധ സംഘടനകളെ കേന്ദ്രീകരിച്ച് താജുദ്ദീൻ, ഇല്യാസ് പടിഞ്ഞറേക്കളം, PK ഗുരു, CK അച്യുതൻ, സുരേഷ് വേലായുധൻ, സെയ്തലവി, ഫൈസൽ, സുലൈമാൻ, ബെന്നി വെള്ളമറ്റം, മോഹനൻ പള്ളിക്കാട് എന്നിവർ സംസാരിച്ചു. ലഹരിയാവാം കളിക്കളങ്ങളോടെ എന്ന മുദ്രാവാക്യമുയർത്തി ക്യൂബൻസ് കണ്ണമ്പ്രയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ സമ്മർ കോച്ചിംഗ് ക്യാമ്പും ജേഴ്സി വിതരണവും നടത്തി. ലഹരിയാവാം കളിക്കളങ്ങളോട് എന്ന മുദ്രാവാക്യമുയർത്തി ക്യൂബൻസ് കണ്ണമ്പ്രയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ സമ്മർ കോച്ചിംഗ് ക്യാമ്പും ജേഴ്സി വിതരണവും PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. ആനയിക്കുക എന്ന മഹത്തായ കടമയാണ് ക്യൂബൻസ് എന്ന ടീം ഏറ്റെടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പ്രായത്തിൽപ്പെട്ട കുട്ടികളെ ഉൾപ്പെടെ പരിശീലിപ്പിക്കുക എന്ന് ചെറിയ കാര്യമല്ല. അപ്പം അതുകൊണ്ട് വളരെ കൃത്യമായി ഫുട്ബോളിൻ്റെ ബാലപാഠങ്ങൾ, എങ്ങനെയാണ് ഡ്രിബിൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പാസ് കൈമാറേണ്ടത്, എങ്ങനെയാണ് സ്റ്റോപ്പ്, ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും പഠിക്കാൻ സാധിക്കുന്ന ഒരു പരിശീലന കളരിയായി നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൃത്യമായി ഫുട്ബോൾ കോച്ചിങ്ങിൻ്റെ ഭാഗമായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾ തേച്ചു മിനുക്കിയെടുക്കാൻ ഈ മധ്യവേനലവധി 2 മാസക്കാലം നിങ്ങൾക്ക് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ മഹത്തായ സന്ദേശം സമൂഹത്തിന് നൽകാനും ക്യൂബൻസിന് സാധിക്കുന്നു എന്നതാണ്. അപ്പോൾ തീർച്ചയായും ആ നിലയിലേക്കുള്ള വലിയ മഹത്തായ കടമയാണ് തലമുറ എന്ന രൂപത്തിൽ നിങ്ങൾക്കുള്ളത്. പൊതുവിൽ ലഹരിയുടെ പ്രത്യേകത ക്ഷണികമായ സുഖം, ക്രമേണ മരണം എന്നതാണ്. ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് കൗമാരകാലത്ത് 15-16 വയസ്സിലോ 17 വയസ്സിലോ ഒക്കെ താൽക്കാലികമായ ഒരു 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 താല്പര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി, അല്ലെങ്കിൽ ഒരു കൗതുകത്തിന് വേണ്ടി ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി പിന്നീട് അതിനഡിക്റ്റാവുന്ന സാഹചര്യം ഇപ്പോൾ ഏറി വരികയാണ്. ഉപയോഗിച്ച ശേഷം 2 ദിവസം വരെ നിലനിൽക്കുന്ന ലഹരിയുടെ വ്യാപനം MDMA പോലെയുള്ള സിന്തറ്റിക് ലഹരികൾക്കുണ്ട് എന്നത് ഇതിനോടകം തന്നെ. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P സോമസുന്ദരൻ അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി T കണ്ണൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MK സുരേന്ദ്രൻ, K രതീഷ്, K സുലോചന, ലോക്കൽ സെക്രട്ടറിമാരായ M കൃഷ്ണദാസ്, V ഗംഗാധരൻ, LC മെമ്പർമാരായ ചെന്താമരാക്ഷൻ, ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പാലക്കാട് നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ കൂട്ടത്തല്ല്. ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിലാണ് തല്ലുണ്ടായത്. കൗൺസിലർമാരുടെ കയ്യാങ്കളിയിൽ നഗരസഭയിലെ മൈക്കുകൾ തകർന്നു. നഗരസഭയ്ക്ക് പുറത്തും LDF അംഗങ്ങൾ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചു. മറ്റു വാർത്തകളിലേക്ക്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് RSS നേതാവിൻ്റെ പേരിടാനുള്ള തീരുമാനത്തിനെതിരെ CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPIMന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വെറുതെ ഹെഡ്ഗേവറിന്റെ പേര് വേണ്ടെന്ന് പറയുന്നതല്ല, ഒറ്റുകാരനാണ്, രാജ്യത്തിന്റെ ഒറ്റുകാരനാണ് ഈ ചരിത്രത്തിൽ ഹെഡ്ഗേവറിന്റെ സ്ഥാനം. ആ ഒറ്റുകാരനെ, ആ രാജ്യദ്രോഹിയുടെ പേര് ഈ കേരളത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി എന്നല്ല, കേരളത്തിൽ ഒരിടത്തും ആ പേര് കൊത്തിവെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഒരിടത്തും അനുവദിക്കില്ല. നിങ്ങള് എന്താണ് മറ്റേ വീരപുരുഷനാണ്, ഭയങ്കര സേവകനാണ്. എന്ത് സേവനം? ബ്രിട്ടീഷുകാരന്റെ പാദസേവനം നടത്തിയതാണ്.
ആ കാലാപാനി സിനിമയില് മോഹൻലാല് ബ്രിട്ടീഷിന്റെ പട്ടാളത്തിന്റെ ഷൂ നക്കിയതുപോലെ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരന്റെ പാദസേവ നടത്തി അവന്റെ ഷൂ നക്കിക്കൊടുത്ത പാരമ്പര്യമാണ് രാജ്യത്ത് RSSനുള്ളത്. CPIM ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. CP പ്രമോദ്, സുരേഷ്, സരള, ചിഞ്ചു ജോസ് എന്നിവർ സംസാരിച്ചു. പാലക്കാട് നഗരസഭാ കൗൺസിലർ സലീന ബീവിയെ BJP കൗൺസിലർമാർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധം നടത്തി. ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിൽ RSS നേതാവിൻ്റെ പേരിടുന്നതിനെ ചൊല്ലി നഗരസഭാ യോഗത്തിലുണ്ടായ തർക്കത്തിനിടെയാണ് സലീന ബീവിക്ക് BJP കൗൺസിലർമാരുടെ മർദ്ദനമേറ്റത്. മഹിളാ അസോസിയേഷൻ ഭാരവാഹികളായ വി സരള, കുമാരി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ആഘോഷമായി ചിറ്റലഞ്ചേരി ശ്രീ ചെറുനട്ടൂരി ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം. രാവിലെ വിശേഷാൽ പൂജകളോടുകൂടി വേലയാഘോഷങ്ങൾക്ക് തുടക്കമായി. കൂട്ടാലിയിൽ നിന്നും ആർപ്പുവിളികളോടെ ഭഗവതി ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. തുടർന്ന് ഈടുവെടി, തിടമ്പപൂജ, കേളി എന്നിവയ്ക്ക് ശേഷം പകൽവേലയ്ക്ക് തുടക്കമായി. പഞ്ചവാദ്യത്തിൻ്റെയും പാണ്ഡിമേളത്തിൻ്റെയും അകമ്പടിയോടുകൂടിയ എഴുന്നള്ളത്തിന് നടന്നതിന് ശേഷം വെടിക്കെട്ട് നടന്നു. രാത്രി കൂട്ടാലിയിൽ തായമ്പകയും രാത്രിവേലയും അരങ്ങേറി. അപ്രതീക്ഷിതമായി കനത്ത മഴ പെയ്തത് ഉത്സവപ്രേമികൾക്ക് നിരാശയുളവാക്കി. പുതുക്കോട് പുത്തരിപ്പാടം പള്ളി നേർച്ച വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. തച്ചനടി, പാട്ടോല, അപ്പക്കാട്, കൊട്ടേക്കാട്, കൊട്ടാരശ്ശേരി, വാളങ്കോട്, ചൂലിപ്പാടം, ലക്ഷം വീട്, അഞ്ചുമുറി തുടങ്ങി 21ഓളം ദേശങ്ങളിലെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തുടർന്ന് 3 മണിയോടെ മുട്ടുംവിളി, കോൽക്കളി, അറബനമുട്ട്, ബാൻഡ് മേളം, ചെണ്ടമേളം എന്നിവയുടെയും ആനകളുടെയും അകമ്പടിയോടുകൂടി അപ്പം പെട്ടിയുമായി പുത്തരിപ്പാടം പള്ളിയിലേക്ക് നേർച്ചവരവുണ്ടായിരുന്നു. വൈകിട്ട് പള്ളിയിലെത്തി അപ്പം പെട്ടി ഇറക്കി പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. പുലർച്ചെ 3-ന് 21 ദേശങ്ങളിൽ നിന്നും അപ്പപ്പെട്ടിയുമായി നേർച്ച പള്ളിയിലെത്തിയതോടെ നേർച്ച ആഘോഷങ്ങൾക്ക് സമാപനമായി.